ഗാൻഡീഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാഗ്ന കാട്ട എന്ന സ്ഥലത്തിൻ്റെ അത് സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണിത്. അതാണ് അതിൻ്റെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇന്ന് ജൂൺ 15 ഞാൻ സാധാരണ എൻ്റെ വ്ളോഗിൽ ഡേറ്റ് പറയാറില്ല, പക്ഷേ ഇന്ന് ജൂൺ 15 മാഗ്ന കാട്ട ഡേ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് UK-ൽ. അപ്പോൾ മാഗ്ന കാട്ടയുടെ ഉത്ഭവ സ്ഥലമായ റണ്ണിമീഡിൽ ഞങ്ങളിന്ന് വന്നേക്കുവാണ്. അതെന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം അവിടെ നിന്ന് ഇത് പ്രമാണിച്ച് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണാനാണ് വന്നിരിക്കുന്നത്. കാട്ട എന്നുള്ളത് ഞാനിങ്ങനെ വായിച്ചു നോക്കുമായിരുന്നു. വലിയ ഫെസ്റ്റിവലാണ്, മെഡീവൽ ഫെസ്റ്റിവൽ ആണെന്നൊക്കെ കണ്ടപ്പോൾ പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ എന്താണ് മാഗ്ന കാട്ട എന്ന് പറയാൻ വായിച്ചു നോക്കി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ബ്രിട്ടീഷുകാരുടെയും നമുക്ക് കിട്ടിയ ഫ്രീഡത്തെക്കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഇവർക്ക് ഇവിടെ UK-ൽ ഒരു ഫ്രീഡം ചരിത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവായിരുന്നു. അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ബേസിക്കലി ഈ മാഗ്ന കാട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ 1215 അതായത് 800 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉള്ളവർ, അതായത് രാജാവും അല്ലെങ്കിൽ വലിയ ലീഡേഴ്സൊക്കെ നിയമത്തിന് കീഴെ തന്നെയാണ്, അവർ നിയമത്തിന് മുകളിലല്ല എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി വലിയ ഒരു സംഭവം, ഇതെഴുതി അന്നത്തെ രാജാവായ കിങ് ജോണിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ആ ദിവസമാണ് ഈ ജൂൺ 15 1215. അപ്പോൾ അതിൻ്റെ മെമ്മറിയാണ്. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ആരും എത്ര വലിയവനായാലും അവർ നിയമത്തിന് മുകളിലല്ല എന്നുള്ളതും ഈക്വൽ റൈറ്റ്സും, അതായത് പണ്ടൊക്കെ ഈ എന്താ പറയുക പാവപ്പെട്ടവരെ പിടിച്ച് വെറുതെ കൊണ്ട് ജയിലിലിടുക മുതലായ കാര്യങ്ങൾക്കൊക്കെ അഗെയിൻസ്റ്റ് അന്ന് നിന്നിരുന്ന അന്നത്തെ റിബൽസ് എന്ന് പറയുന്ന ആൾക്കാർ അതിനെതിരെ പ്രതിഷേധിച്ച് നേടിയെടുത്തൊരു വിക്ടറിയാണ്. മാഗ്ന കാട്ട അന്ന് കിങ്ങിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചെങ്കിലും പിന്നീട് അന്നത്തെ പോപ്പ് ഇടപെട്ട് അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് അതിനെ പ്രതി ഒരു കുഞ്ഞ് യുദ്ധമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ മാഗ്ന കാട്ടനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഡെമോക്രസി എന്നുള്ളത് വരുന്നതും. പല രാജ്യങ്ങളുടെയും ഡെമോക്രസി ഇതിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറേ പ്രിൻസിപ്പിൾസ് എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു യുദ്ധം തന്നെ ഉണ്ടായി, അതായത് താഴെക്കിടയിലുള്ളവർക്ക് വേണ്ടി ഒരു യുദ്ധം ഉണ്ടായി, ഒരു ഈക്വാലിറ്റിക്ക് വേണ്ടി നടന്നൊരു സ്ട്രഗിൾ, അതിനൊക്കെ റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാഗ്ന കാട്ട. ഈ മാഗ്ന കാട്ട എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൂടെ ഞാൻ നോക്കിയായിരുന്നു. മാഗ്ന എന്നുള്ളത് വലുത്, മെഗ അല്ലെങ്കിൽ ഗ്രേറ്റ് എന്നുള്ളൊരു അർത്ഥം, കാട്ട എന്നുള്ളത് ചാർട്ടർ ചെയ്യുക എന്നുള്ളൊരു വാക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവർ കുറേ കണ്ടീഷൻസ് ഇങ്ങനെ എഴുതി ഒപ്പിടിപ്പിച്ചു. ആരാണ് എഴുതിയതെന്നുള്ളതിനെ കുറിച്ച് പലതും, പക്ഷേ എനിക്ക് തോന്നുന്നു വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം അന്നത്തെ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി, നമുക്കറിയാലോ അന്നത്തെ ഈ ഒരു കാത്തലിക് ചേർച്ചിന് എപ്പോഴും ഒരു റൂളിങ്ങിലൊരു പ്രോമിനൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി എഴുതി ഉണ്ടാക്കിയ ഡ്രാഫ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ബാക്കി എല്ലാ ഡോക്യുമെൻ്റ് പോലെ ഈ ഒപ്പിട്ടിട്ടുള്ള സാധനം ഒരു കോപ്പി അല്ല, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതോ 2 ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തായിട്ട് ഇതിൻ്റെ കോപ്പീസ് ഉണ്ട്. താമസിച്ചിരുന്നോണ്ടിരുന്നത് വിൻസറിലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ബാരൺസ് താമസിച്ചുകൊണ്ടിരുന്നത് സ്റ്റെയിൻസിലാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കിലുള്ള സ്ഥലമായ റണ്ണിമീഡിൽ വെച്ചിട്ടാണ് ഈ സൈൻ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോഴ്സിൻ്റെ പുറത്ത് വന്നതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ പിടിച്ച് ചുമ്മാ അത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു രസമായിട്ട് വെച്ചേക്കുന്നു. ഇതുപോലത്തെ ഒരു ചെടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇങ്ങനെ ഈർക്കലിയുടെ അറ്റത്ത് മഞ്ഞ 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 ഉണ്ടകൾ കുത്തിവെച്ച പോലെ നല്ല ഭംഗി. ദൂരം കാണുമ്പോൾ ഇങ്ങനെ അയ്യോ നല്ല രസമുണ്ട്.
ഭയങ്കര നല്ല ആൾക്കാരാട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ മറ്റേ ആർച്ചറി ചെയ്തിട്ട് ഐക്യ ഒരെണ്ണം കറക്റ്റായിട്ട് അതിൽ പോയി കൊള്ളിച്ചു, അടിപൊളിയായിരുന്നു. അവനൊരു 5-6 പ്രാക്ടീസ് ചെയ്ത് അവൻ ആ ഒരു ഗ്രിപ്പ് കിട്ടിയപ്പോൾ അവൻ പഠിച്ചു. പിന്നെ ഈ ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ ഈ മാഗ്ന കാർട്ട ഡേ പ്രമാണിച്ച് അവരിങ്ങനെ ഫ്ലീ മാർക്കറ്റ് പോലെ സെറ്റ് ചെയ്തേക്കുവാണ്. കുറേ ഒന്നും വിൽക്കാനുള്ളതല്ല, കാണിക്കാൻ. അപ്പോൾ ഇങ്ങനെ മറ്റേ ആർച്ചറിയുടെ, ഹീസ് ആൻ ആർച്ചറി കോച്ച്. അപ്പം പുള്ളിക്കാരൻ പണ്ട് തൊട്ടുള്ള പലതരം ഈ ബോ ആൻഡ് ആരോസും കുതിരപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ അമ്പും വില്ലും ചെയ്യാനുള്ള അങ്ങനത്തെ ഭയങ്കര ബെസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു മാഗ്ന കാർട്ട ജിന്നാണ്, അതെന്തോ സ്പെഷ്യലി ഫോം ചെയ്തിട്ടുള്ളൊരു ജിന്നിൻ്റെ ഇതുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്നത് ഒരു ബോട്ട് ഹൗസ് ആയിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഫ്ലഡിൽ അതിൻ്റെ താഴെ നല്ല ബെസ്റ്റ് വുഡൻ ഇൻ്റർലോക്ക് ഫ്ലോറിംഗ് ഒക്കെ ആയിരുന്നു. ഫ്ലഡ് വന്ന് നല്ലോണം വെള്ളം കയറിയപ്പോൾ അതൊക്കെ പോന്ന്. അപ്പോൾ ഇതിപ്പോൾ അടച്ചിട്ടേക്കുക. മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അയ്യോ കൊള്ളാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നല്ലോണം സണ്ണൊക്കെ വന്നപ്പോൾ നമ്മൾ ഇനി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീണ്ടും മഴ തുടങ്ങി. പിന്നെയും ഇരുട്ടാവുന്നു, മഴ പെയ്യുന്നു, പിന്നെയും സൂര്യൻ വരുന്നു. ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ പുറത്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വീഡിയോയിലത്തെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും മിക്കവാറും. സമയത്താണ് ആ ഒരു എന്നുവെച്ചാൽ നന്നായി മഴ പെയ്തപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടിയിൽ കയറിയിരുന്നു. ആ ഒരു സമയത്താണ് ഞങ്ങൾ രാജാവിൻ്റെ കൂടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. എന്ത് രസമായിട്ട് അയാൾ ഫുൾ കഥകൾ എങ്ങനെ ഇതുണ്ടായി എന്നുള്ളതും ബാലൻസ് എങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ളതും. അയാൾ സ്വയം കിങ് ജോണായിട്ടാണ് ഡ്രസ്സ് ചെയ്തേക്കണം. അപ്പോൾ അയാൾ എന്നിട്ട് അവരെന്നെ കൊണ്ട് നിർബന്ധമായി ഒപ്പുവെപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ ഉണ്ടായി, എന്നിട്ട് അങ്ങനെ ഉണ്ടായി. പിന്നെ ഫ്രാൻസിൽ നിന്ന് പ്രിൻസ് ലൂയിനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 2 വർഷം വാർ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി. എന്നിട്ട് എന്നെ എങ്ങനെ ചെയ്തു, എനിക്ക് എന്നിട്ട് മറ്റേ ഡിസെൻട്രി പിടിച്ചു, എന്നിട്ട് ഞാൻ മരിച്ചുപോയി. ഇങ്ങനെയൊക്കെ എത്ര രസമായിട്ട് ആർക്കും മനസ്സിലാവുന്നൊരു ഭാഷയിൽ ഈ ഫുൾ മാഗ്ന കാർട്ടയുടെ ഒരു കഥ തന്നെ നമുക്ക് പറഞ്ഞു തന്നു. സെറ്റ് ചെയ്തിട്ടുണ്ടോ പറയാണ്ട് പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് ഇവർ പ്രതീക്ഷിച്ചത്ര ആൾക്കാർ എത്തിയിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് നിറയെ ക്രൗഡായിരിക്കും എന്നുള്ളൊരിതില്ല. പക്ഷെ കുറവ് ആൾക്കാർ ആക്ച്വലി ഇവർക്കത് വിഷമമായിട്ടുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര നല്ലതായിട്ട് നമുക്ക് തോന്നും. കാരണം വെച്ചാൽ നമുക്ക് ഫുൾ പ്രയോറിറ്റി കിട്ടുകയാണല്ലോ. അതായത് ഞാൻ പറഞ്ഞില്ല ഷീൽഡ് പെയിൻറ്റ് ചെയ്യാതിരുന്നിട്ട്. അപ്പോൾ ആ പണ്ടത്തെ ആ ഒരു മെഡീവൽ ടൈംസിനെ റിമൈൻഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് മെഡീവൽ സൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ മറ്റേ ആർക്കിയോളജി എക്സ്കവേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കാനായിട്ട് കുറേ സാധനങ്ങൾ കുഴിച്ചിട്ടിട്ട് പിള്ളേർക്ക് ഡിഗ് ചെയ്ത് ഇങ്ങനെ ബ്രഷൊക്കെ വെച്ചത് ക്ലീൻ ചെയ്തെടുക്കാം. പണ്ടത്തെ സാധനങ്ങൾ അങ്ങനെ എന്ത് രസമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേ ട്രെയിലുകളുണ്ട്. അതായത് ബട്ടർഫ്ലൈ. അപ്പം കുറേ ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഷീറ്റുണ്ട്. ഓരോന്നിനും നമ്മൾ സ്പോട്ട് ചെയ്യുമ്പോൾ ടിക്ക് ചെയ്യാം. പിന്നെ ഫ്ലവേഴ്സിൻ്റെ ട്രെയിലുണ്ട്. ഓരോ തരം പൂക്കൾ കാണുമ്പോൾ ടിക്ക് ചെയ്യാൻ. പിന്നെ കുറച്ചുകൂടെ വലുതായവർക്ക് ഇങ്ങനെ
കുറേ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഹിസ്റ്ററിയിൽ അടങ്ങിയിട്ടുള്ള പല കിങ്ങുകളായിട്ടും ബാലൻസ് ഒക്കെ ആയിട്ടും. അപ്പോൾ അവരെ കാണുമ്പോൾ അവരുടെ പേര് ഫിൽ ഔട്ട് ചെയ്യാനുള്ള ഫോംസ്, അങ്ങനെ പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് കുറേ സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാഗ്ന കാട്ട ഒപ്പ് വെച്ച സ്ഥലം ഇങ്ങനെ ഇവിടെ വെച്ചാണ് ഒപ്പ് വെച്ചതെന്ന് പറഞ്ഞൊരു എക്സ് മാർക്കറ്റ് ഇവിടെ ഇട്ടിട്ടില്ല എന്ന് ആ രാജാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു മെഡോ, അതായത് ഇവിടെ നിന്ന് അങ്ങ് അറ്റെത്തണ വരെയുള്ള ഒരു മെഡോയിൽ എവിടെയോ വെച്ചാണ് ഒപ്പിട്ടത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതൊരു ട്രെയിലാണ്, എന്താ പറയുക, കണ്ണെത്താത്ത ദൂരത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്, എവിടെയെങ്കിലും എത്തുമായിരിക്കും. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കിയിട്ട് വരാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ദുരിതാശ്വാസത്തിനുള്ള കുഞ്ഞ് ഈ ബേബീസിന് കൊടുക്കണ പോലത്തെ ചിപ്സ് പോലത്തെ സംഭവം കിട്ടും. 7 months ഒക്കെ തൊട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുരിതാശ്വാസം കഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ താമോ. ഇവിടുത്തെ അടുത്ത് കാണാനുള്ളതാണ് ദ ജൂറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതായത് 12 ചെയറുകൾ, ഇങ്ങനെ ഒരു മീറ്റിംഗ് പോലെ വട്ടിട്ടിട്ടുള്ള ബ്രോൺസ് ചെയറുകൾ 12 എണ്ണം. അതൊരു വലിയ ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മാഗ്ന കാട്ടയുടെ 800 വർഷം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ, 800 എന്ന് പറഞ്ഞാൽ ഏത് വർഷമായിരിക്കും, 2015 ആയിരിക്കും 800 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ 800 വർഷം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടും ആ ഒരു ഫ്രീഡം ഫൈറ്റിലത്തെ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള മൊമെൻറ്റ്സ് ഓർക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു വലിയ ഫീൽഡിൻ്റെ നടുക്കിൽ. അതുമൊക്കെ ഇങ്ങനെ ആർട്ട് ഉണ്ട് കേട്ടോ, കുറേ പടങ്ങളായിട്ടും കുറേ ഇൻസ്ക്രിപ്ഷൻസ് ആയിട്ടും, അത് പല പല ലാംഗ്വേജിൽ, ചൈനീസ് പോലെ തോന്നുന്നതും ഇംഗ്ലീഷിലായിട്ടും, അങ്ങനെ പല പലയായിട്ട് അത് രസമായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇതിപ്പോൾ എന്താ വെച്ചാൽ മഴ പെയ്ത തന്നെ നനഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാ കസേരയും നനഞ്ഞു കിടക്കുകയാണ്. ഭയങ്കര വെയിലായി, എല്ലാവർക്കും ഭയങ്കര വിശപ്പായി, ആർക്കും നടക്കണ്ട കണ്ട, വെയിലിപ്പോൾ കുത്തി കയറുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി ഇത്രയും അങ്ങോട്ട് നടന്നു പോകേണ്ട കാര്യമില്ല, മാഗ്ന കാട്ട ഇവിടെ ഒപ്പിട്ടു, അത് മനസ്സിലായല്ലോ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തിരിച്ചു പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഞാൻ എന്തെങ്കിലും തിന്നാൻ നോക്കട്ടെ. റണ്ണിവീടിൻ്റെ അടുത്ത് തന്നെ ആങ്കവിക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു 2500 വർഷം പഴക്കമുള്ളൊരു മരമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതും കൂടെ കാണാമെന്ന് വെച്ചൊക്കെ നോക്കിയതാണ്. പക്ഷെ ഞങ്ങൾ കുറേ കിടന്ന് കറങ്ങിയതല്ലാതെ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അത് വിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ വീട്ടിലെത്തി പാർക്ക് ചെയ്തു. അപ്പോൾ അതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ കുറേ ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇതുപോലെ പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആൾ വരുന്ന എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് നാട്ടിലുള്ളപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ പോകുന്ന പറയുമ്പോൾ എന്തുട്ട് ഹിസ്റ്ററി അല്ലേ. പക്ഷേ ഇവിടെ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. അങ്ങനെ അടിച്ച് പൊളിച്ചിട്ട്. അപ്പോൾ ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.